ഹലോ ഫ്രണ്ട്സ്, വെസ്റ്റേൺ സ്പേസ് യൂട്യൂബ് ചാനലിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ നമ്മൾ ഈ ഒരു വീഡിയോനകത്ത് ചെയ്യുന്നത് കാലിക്കറ്റ് യൂണിവേഴ്സിറ്റിയുടെ CUCET എന്ന് പറയുന്ന ഒരു എൻട്രൻസ് എക്സാം നടക്കുന്നുണ്ട്. അപ്പോൾ അതിന്റെ ഒരു പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ഇന്റഗ്രേറ്റഡ് PG എൻട്രൻസ് എക്സാമിനേഷൻ ഏപ്രിൽ 2024, അപ്പോൾ 2024 നടന്നിട്ടുള്ള ഒരു ഇന്റഗ്രേറ്റഡ് PG എൻട്രൻസ് എക്സാം ആണ്. സോ അപ്പോൾ +2 ലെവലിലുള്ള ആളുകൾക്ക് എഴുതാൻ പറ്റിയിട്ടുള്ള ഒരു എൻട്രൻസ് എക്സാം ആണ്. കോഴ്സ് വരുന്നത് ഇന്റഗ്രേറ്റഡ് MA എക്കണോമിക്സ് ആണ്. സോ ഇപ്പോൾ ഇതിനകത്ത് വരുന്ന ക്വസ്റ്റ്യൻസ് എന്ന് പറയുന്നത് 400 മാർക്കിനാണ് ക്വസ്റ്റ്യൻസ്. അതായത് 100 ക്വസ്റ്റ്യൻസ് ആണ്. 400 മാർക്കാണ് ആകെ. ടൈം വരുന്നത് 2 മണിക്കൂറാണ്. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാം, ജസ്റ്റ് ഈ ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആൻസർ ചെയ്ത് നോക്കാം. അപ്പോൾ ഇതിൽ കഴിഞ്ഞൊരു വീഡിയോയിൽ ഇതുപോലെ ഇന്റഗ്രേറ്റഡിന്റെ ഒരു പേപ്പർ ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷെ അതിനകത്ത് എന്ത് ചെയ്തിട്ടില്ല, ഇതുപോലെ കൊടുത്തിട്ടുണ്ടായിരുന്നില്ല. ഈച്ച് കറക്റ്റ് ആൻസർ ഷാൽ ക്യാരി 4 മാർക്സ്. അപ്പോൾ കറക്റ്റ് ആൻസറിന് 4 മാർക്ക്, അതേപോലെ തന്നെ എന്താണ് റോങ് ആൻസർ ഉണ്ടെങ്കിൽ 1 മാർക്ക് എന്ത് ചെയ്യും, ഡിഡക്ട് ചെയ്യും. സോ അപ്പോൾ നെഗറ്റീവ് മാർക്ക്, അതായത് മൈനസ് മാർക്ക് വരുന്നത് 1 ദെൻ ഒരു ക്വസ്റ്റിന് കറക്റ്റ് ആവുകയാണെങ്കിൽ 4 മാർക്ക്. അങ്ങനെയാണ് എന്ത് ചെയ്യുന്നത്, മാർക്കിന്റെ അലൊക്കേഷൻ വരുന്നത്. സോ ഇപ്പൊ കഴിഞ്ഞ ഒരു പ്രാവശ്യം എന്താണ് ഒരു ഇന്റഗ്രേറ്റഡ് തന്നെ സുവോളജി ബോട്ടണി ചെയ്തിട്ടുണ്ടായിരുന്നു. അപ്പൊ അതിൽ ഇതുപോലെ പറഞ്ഞിട്ടുണ്ടായിരുന്നില്ല. ഓക്കെ, പക്ഷെ ഈ ഒരു പേപ്പറിനകത്ത് എന്ത് ചെയ്തിട്ടുണ്ട്, പറഞ്ഞിട്ടുണ്ട്. അത് ഇതുപോലെ തന്നെ മറ്റ് പേപ്പറുകളിലും എന്ത് ചെയ്തിട്ടുണ്ട്, ഇതുപോലെ സ്പെസിഫൈ ചെയ്തിട്ടുണ്ട്. ഓക്കെ, അപ്പോൾ ഫസ്റ്റത്തെ ക്വസ്റ്റ്യൻ വരുന്നത് ordinal approach is based on law of maximum satisfaction. Option B, utility could not be measured in cardinal numbers. Utility could not be measured in ordinal numbers. Utility can be measured. So ordinal approach is based on, in answer വരുന്നത് ഓപ്ഷൻ ബി ആണ്. യൂട്ടിലിറ്റി cannot be measured in cardinal numbers. Okay, a good for which income and quantity demanded are inversely related is known as complementary good, normal good, inferior good, none of the above. ഇപ്പോൾ ഇൻകം അതുപോലെ തന്നെ എന്താണ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻവേഴ്സ് ആയിട്ട് വരുന്നത് ഏത് ഗുഡ് ആയിരിക്കും, കോംപ്ലിമെന്ററി, നോർമൽ ഗുഡ്, ഇൻഫീരിയർ ഗുഡ്. എന്തായിരിക്കും, ഓപ്ഷൻ സി ആണ് വരുന്നത്, ഇൻഫീരിയർ ഗുഡ്. അതായത് ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ, കൺസ്യൂമറുടെ ഇൻകം ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ ഇൻഫീരിയർ ഗുഡ്സിന്റെ ക്വാണ്ടിറ്റി ഡിമാൻഡ് എന്ത് ചെയ്യും, ഡിക്രീസ് ചെയ്യണം ചെയ്യുക. അതായത് നമ്മുടെ കയ്യിൽ കൂടുതൽ എന്താണ് നമ്മളുടെ ഇൻകം എന്ന് പറയുന്നത് ഇൻക്രീസ് ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യും, ഇൻഫീരിയർ ഗുഡ്സ് ഒന്നും എന്ത് ചെയ്യില്ല, വാങ്ങിക്കും. ഓക്കെ, സോ അപ്പൊ അതിന്റെ ഡിമാൻഡ് കുറയും. അടുത്ത, വിച്ച് ഓഫ് ദി ഫോളോയിങ് ഈസ് എ ക്യാരക്ടറിസ്റ്റിക്സ് ഓഫ് ഇൻഡിഫറൻസ് കർവ്സ്. ഓപ്ഷൻ എ, ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. They are concave to origin. 2 indifference curves never intersect each other. So ഇതില് ആൻസർ ആയിട്ട് ചോദിച്ചിട്ടുള്ളത് ഓപ്ഷൻ എ, സി ഓൺലി. അതായത് തന്നിട്ടുള്ള 3 സ്റ്റേറ്റ്മെന്റിൽ സി മാത്രം ഇൻഡിഫറൻസ് കർവിനെ കുറിച്ചിട്ടുള്ള സ്റ്റേറ്റ്മെന്റ് ആണ്, അല്ലെങ്കിൽ അതിന്റെ ക്യാരക്ടറിസ്റ്റിക് ആണ്. അല്ലെങ്കിൽ ഓപ്ഷൻ ബി വരുന്നത് ANC, അടുത്തത് BNC, then ABC. ഇതിന്റെ ആൻസർ വരുന്നത് ഓപ്ഷൻ ബി ആണ്, ANC. അപ്പോൾ ഇൻഡിഫറൻസ് കർവ് സ്ലോപ്പ് ഡൗൺവേർഡ്സ് ഫ്രം ലെഫ്റ്റ് ടു റൈറ്റ്. 2 indifference curves never intersect each other. An isochron represents all those input combinations which are capable of producing dash same level of output, a different level of output at a different point, either A or B, both A and B. So ഇപ്പോൾ isochron represent all those input combinations which are capable of producing. ആൻസർ എന്ന ഓപ്ഷൻ എ ആണ്, സെയിം ലെവൽ ഓഫ് ഔട്ട്പുട്ട്. അടുത്തത്, സപ്പോസ് പ്രൈസ് റൈസ് ഫ്രം ₹15 to ₹20 and quantity demanded decrease by 20%. We can conclude demand is unitary elastic, demand is inelastic, demand is elastic, none of the above. So ഇപ്പൊ എന്താണ്, ഒരു ഗുഡിന്റെ പ്രൈസ് 15 നിന്ന് 20 ആയി, then ക്വാണ്ടിറ്റി ഡിമാൻഡ് ഡിക്രീസ്. അപ്പൊ 20%, അതായത് പ്രൈസ് ഇൻക്രീസ് ചെയ്തപ്പോൾ ആ ഒരു ഗുഡിന്റെ ഡിമാൻഡ് എന്ന് പറയുന്നത് 20% എന്ത് ചെയ്തു, ഡിക്രീസ് ചെയ്തു. അങ്ങനെയാണെങ്കിൽ ഈ ഒരു ഡിമാൻഡ് യൂണിറ്ററി ഇലാസ്റ്റിക് ആണ്, ഡിമാൻഡ് ഇൻഇലാസ്റ്റിക് ആണ്, ഡിമാൻഡ് ഇലാസ്റ്റിക് ആണ്, നൺ ഓഫ് ദി അബവ്. ഏതായിരിക്കും ഓപ്ഷൻ ആൻസർ വരുന്നത്?
ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. ഡിമാൻഡ് ഈസ് ഇൻഇലാസ്റ്റിക്. അടുത്തത്, അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എ ഫേം വിൽ ബി അണ്ടർ ഇക്വിലിബ്രിയം വെൻ എം സി ഈസ് അതായത് മാർജിനൽ കോസ്റ്റ് ഈസ് ഗ്രേറ്റർ ദാൻ marginal revenue, then MC equal to MR, MC cuts MR from below both B and C. ഏതായിരിക്കും അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ എ ഫേം വിൽ ബി അണ്ടർ ഇക്വിലിബ്രിയം വെൻ. അപ്പോൾ പെർഫെക്റ്റ് കോമ്പറ്റീഷനിൽ ഒരു ഫേമിന്റെ ഇക്വിലിബ്രിയം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെയായിരിക്കും? മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂവിനേക്കാളും ഗ്രേറ്റർ ആയിരിക്കും, മാർജിനൽ കോസ്റ്റ് മാർജിനൽ റവന്യൂ ഈക്വൽ ആയിരിക്കും, മാർജിനൽ കോസ്റ്റ് കട്ട്സ് ദി മാർജിനൽ റവന്യൂ ഫ്രം ബിലോ. ഇതിലേതായിരിക്കും? അപ്പൊ അതിന്റെ ആൻസർ ഓപ്ഷൻ ഡി ആണ്, ബോത്ത് ബി ആൻഡ് സി. അതായത് മാർജിനൽ കോസ്റ്റ് ഈക്വൽ ടു മാർജിനൽ റവന്യൂ, ദെൻ എം സി കട്ട്സ് എം ആർ ഫ്രം ബിലോ. സ്ലോപ്പ് ഓഫ് TVC curve or total cost curve indicates marginal revenue, average cost, marginal cost, variable cost. Answer option C ആണ്, marginal cost. Slope of TVC total cost curve indicates marginal cost. A change in relative prices of two goods with the level of satisfaction remaining same is related to income effect, price effect, substitution effect, Kiffen effect. Change in relative prices of two goods with the level of satisfaction remaining same is related to answer option C ആണ്, substitution effect. ഒൻപതാമത്തെ question. The sacrifice involved when you choose a particular course of action is called opportunity cost, producer cost, consumer cost, sunk cost. Sacrifice involved when you choose a particular course of action. അപ്പോൾ നമ്മൾ ഒരു പെർട്ടിക്കുലർ കോഴ്സ് ഓഫ് ആക്ഷൻ ചൂസ് ചെയ്യുമ്പോൾ അവിടെ സാക്രിഫൈസ് എന്താവുമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, അതായത് നമ്മൾ എന്ത് ചെയ്യണം, ഒന്നിനെ സാക്രിഫൈസ് ചെയ്തിട്ട് വേണം എന്ത് ചെയ്യാൻ പറ്റുമെന്ന് ചൂസ് ചെയ്യാം. സോ ഇപ്പൊ നമ്മൾ ഇത് എവിടെയാണ് ചെയ്യാറ്? അപ്പൊ അതിന് ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്നാണ് പറയുക. എന്ത് ചെയ്യുക, നമ്മളൊരു നെക്സ്റ്റ് ബെസ്റ്റ് ഓൾട്ടർനേറ്റീവിനെ ചൂസ് ചെയ്യാൻ വേണ്ടിയിട്ട്. ഓക്കെ, അപ്പൊ നമുക്ക് എന്താ, എല്ലാ തരം പ്രോഡക്ട്സ് എന്ത് ചെയ്യാൻ പറ്റില്ല, നമുക്ക് ഒരുപോലെ പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റില്ല. ഓക്കെ, റിസോഴ്സസ് എന്തായിരിക്കും, ഡിപ്ലീറ്റ് ചെയ്തുകൊണ്ടിരിക്കും. സോ അല്ലെങ്കിൽ അതെന്തായിരിക്കും, അൺലിമിറ്റഡ് ആയിരിക്കില്ല റിസോഴ്സസ് എന്ന് പറയുന്നത്. സോ നമ്മൾ റിസോഴ്സ് യൂസ് ചെയ്തിട്ട് നമുക്ക് ആവശ്യമുള്ള ഗുഡ്സ് അല്ലെങ്കിൽ ബെസ്റ്റ് ഓൾട്ടർനേറ്റീവ് ആയിട്ടുള്ള ഗുഡ് വേണം നമ്മൾ എന്ത് ചെയ്യുക, പ്രൊഡ്യൂസ് ചെയ്യുക. അപ്പോൾ മറ്റൊരു ഗുഡ്, അതായത് നമുക്ക് പ്രൊഡ്യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഗുഡ് സാക്രിഫൈസ് ചെയ്ത് നമുക്ക് ആവശ്യമുള്ള ഒരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിന് അപ്പൊ വരുന്ന അത് നഷ്ടം അല്ലെങ്കിൽ അതിനെ റിമൂവ് ചെയ്തിട്ട് മറ്റൊരു ഗുഡ് പ്രൊഡ്യൂസ് ചെയ്യുന്നതിനാണ് നമ്മൾ എന്ത് പറയുക, ഓപ്പർച്യൂണിറ്റി കോസ്റ്റ് എന്ന് പറയും. Among following which is the essential condition of monopolistic competition? Price discrimination, homogeneous product, many buyers but one seller, product differentiation. അപ്പോൾ മോണോപോളിസ്റ്റിക് നാഷൻസിലായിട്ടുള്ള കണ്ടീഷൻ, മോണോപോളി എങ്ങനെയായിരിക്കും, ഈ പറഞ്ഞതിൽ പ്രൈസ് ഡിസ്ക്രിമിനേഷൻ ആയിരിക്കും ഉണ്ടാവുക, അല്ലെങ്കിൽ ഹോമോജിനസ് പ്രൊഡക്ട്സ് ആയിരിക്കും ഉണ്ടാവുക, മെനി ബയേഴ്സ് ബട്ട് വൺ സെല്ലർ, ദെൻ പ്രൊഡക്റ്റ് ഡിഫറൻഷിയേഷൻ. ഏതായിരിക്കും? ആൻസർ വരുന്നത് പ്രോഡക്റ്റ് ഡിഫറൻഷിയേഷൻ ആണ്. Which one of the following statements are true? Under perfect competition, firms are price takers. An oligopoly market consists of small number of large firms. In oligopoly market, easy entry for new firms. In monopoly market, there is only one seller. So അതിന്റെ പറഞ്ഞിട്ടുള്ള സ്റ്റേറ്റ്മെന്റ്സിൽ ഏതൊക്കെയാണ് ട്രൂ ആയിട്ടുള്ളത്? A and B, A and D, A, B, C, D, all of the above.
ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. എ, ബി ആൻഡ് ഡി. സോ ഇപ്പോൾ അണ്ടർ പെർഫെക്റ്റ് കോമ്പറ്റീഷൻ ഫേംസ് ആർ പ്രൈസ് ടേക്കേഴ്സ്. Then in oligopoly market, easy entry for new firms. In monopoly market, there is only one seller. The returns to scale in production function y is equal to k to the power 0.5, L to the power 0.75 are constant, increasing, decreasing, cannot determine. സോ ഇപ്പോൾ എൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ലേബർ ആണ്. ദെൻ കെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ക്യാപിറ്റൽ ആയിരിക്കും. ആൻസർ വരുന്ന ഓപ്ഷൻ ബി ആണ്, ഇൻക്രീസിങ്. Dash is the entire satisfaction one derives from consuming goods or service, scarcity, marginal utility, consumer surplus, total utility. Question. Dash is the entire satisfaction one derives from consuming goods or service. നമ്മളൊരു ഗുഡ് അല്ലെങ്കിൽ സർവീസ് കൺസ്യൂം ചെയ്യുമ്പോൾ ഉള്ള എൻ്റെ സാറ്റിസ്ഫാക്ഷൻ പിന്നെ നമ്മൾ പറയുന്നത് ടോട്ടൽ യൂട്ടിലിറ്റി എന്നാണ്. സോ അടുത്തത് മാർജിനൽ കോസ്റ്റ് ഈസ് ദി ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് വിച്ച് റിസൾട്ട് ഫ്രം പ്രൊഡ്യൂസിംഗ് വൺ മോർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. Change in average variable cost which result from producing one more unit of output. Change in average total cost which result from purchasing one more unit of output. Rate of change in fixed cost which result from producing one more unit of output. നമ്മൾ മുൻപ് ഒരു ക്വസ്റ്റ്യൻ, അതായത് MA ഡെവലപ്മെന്റ് സ്റ്റഡീസിന്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറിലും ഈ സെയിം ടോപ്പിക്സ് ഒക്കെ നമ്മൾ ഡിസ്കസ് ചെയ്തതാണ്. അപ്പൊ അവിടെ ഉണ്ടായിരുന്നു മാർജിനൽ കോസ്റ്റിനെ കുറിച്ച്. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. ചേഞ്ച് ഇൻ ടോട്ടൽ കോസ്റ്റ് വിച്ച് റിസൾട്ട് ഫ്രം പ്രൊഡ്യൂസിങ് വൺ മോർ യൂണിറ്റ് ഓഫ് ഔട്ട്പുട്ട്. അപ്പോൾ അതായത് മാർജിനൽ കോസ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്താണ്? ഒരു യൂണിറ്റ്, അതായത് എക്സ്ട്രാ ഒരു യൂണിറ്റ് കൂടി പ്രൊഡ്യൂസ് ചെയ്യുന്നതിലുള്ള അപ്പം ഉണ്ടാവുന്ന ടോട്ടൽ കോസ്റ്റിൽ ഉണ്ടാവുന്ന ചേഞ്ച്. ഓക്കെ, all points on the budget line represent increasing total expenditure, decreasing total expenditure, the same total expenditure, none of the above. So answer option C ആണ് വരുന്നത്. The same total expenditure. For the perfect substitutability between x and y, MRS x comma y will constant, MRS xy will be decreasing, MRS xy will be increasing, none of the above. Answer option A ആണ്. SXY will be constant. A firm enjoys maximum control over the price its product under monopoly, oligopoly, perfect competition, imperfect competition. അപ്പോൾ ഒരു ഫേം അതിൻ്റെ പ്രൊഡക്റ്റ് പ്രൈസിൽ മാക്സിമം കൺട്രോൾ എൻജോയ് ചെയ്യുന്നത് ഏത് കേസിലാണ്? മൊണോപ്പൊളി ആണെങ്കിൽ, ഒളിഗോപ്പൊളി ആണെങ്കിൽ, പെർഫെക്റ്റ് കോമ്പറ്റീഷൻ, ഇംപെർഫെക്റ്റ് കോമ്പറ്റീഷൻ. ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, മോണോപ്പൊളി. A short run in production theory is less than 1 year, less than 2 year, a time period in which at least one input fixed, none of the above. Why a short run in production theory is? Answer option C ആണ് വരുന്നത്. A time period in which at least one input fixed. Other question. A good for which income and quantity demanded are inversely related is known as complementary good, normal good, inferior good, none of the above. ആൻസർ ഇപ്പോൾ ഇത് മുൻപും എന്താണ് സെയിം ക്വസ്റ്റ്യൻ ഉണ്ടായിരുന്നു. ഇപ്പൊ ഇവിടെ ആൻസർ വരുന്നത് ഓപ്ഷൻ സി ആണ്, ഇൻഫീരിയർ ഗുഡ് ആണ്. അതായത് എങ്ങനെയാണ് ഇൻകം ആൻഡ് ക്വാണ്ടിറ്റി ഡിമാൻഡ് ഇൻവേഴ്സ്ലി പ്രൊപ്പോർഷണൽ അല്ലെങ്കിൽ ഇൻവേഴ്സ് റിലേഷൻ വരുന്നത്. ഹു ഹാസ് given the scarcity definition of economics? Robertson, Robbins, Marshall,
ആഡം സ്മിത്ത്. അപ്പോൾ ഇതില് സ്കേഴ്സിറ്റിയുടെ ഡെഫിനിഷൻ തന്നിട്ടുള്ളത് എക്കണോമിക്സിലെ ഈ സ്കേഴ്സിറ്റിയുടെ ഡെഫിനിഷൻ തന്നിട്ടുള്ള ആരാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് റോബിൻസ് ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, if we compare gross domestic product GDP with gross national product GNP, so GDP GNP കമ്പയർ ചെയ്യുമ്പോൾ ഓപ്ഷൻ എ വരുന്നത് GNP is equal to GDP plus new factor income from abroad NFIA, then GNP is equal to NNP plus NFIA, GNP is equal to GDP minus NFIA, GNP is equal to NNP minus NFIA. ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. GNP is equal to GDP plus NFIA, അല്ലെങ്കിൽ GNP ഗ്രോസ് നാഷണൽ പ്രോഡക്റ്റ് is equal to ഗ്രോസ് ഡൊമസ്റ്റിക് പ്രോഡക്റ്റ് പ്ലസ് നെറ്റ് ഫാക്ടർ ഇൻകം ഫ്രം അബ്രോഡ്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, real gross domestic product GDP will always change when price change is nominal GDP adjusted for the changes in the price level, measures GDP minus depreciation of capital, none of the above. ആൻസർ റിയൽ GDP എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ is nominal GDP adjusted for the changes in the price level. ആൻസർ ഓപ്ഷൻ ബി ആണ്. അടുത്ത ക്വസ്റ്റ്യൻ, വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ് ആർ ട്രൂ? അപ്പോൾ സ്റ്റേറ്റ്മെന്റ്സ് ആണ് മൂന്നെണ്ണം തന്നിട്ടുള്ളത്. മാർജിനൽ propensity to consume MPC lies between 0 and 1. MPC measures the rate of change in consumption as income changes. Slope of the consumption function is determined by MPC. Option A and B, option B A only, option C B only, option D A B C. ആൻസർ ഓപ്ഷൻ ഡി ആണ് വരുന്നത്, എ ബി ആൻഡ് സി. ഇപ്പോൾ തന്നിട്ടുള്ള എല്ലാ സ്റ്റേറ്റ്മെന്റും കറക്റ്റ് ആണെന്നാണ് പറയുന്നത്. സ്റ്റേറ്റ്മെന്റ്സ് ജസ്റ്റ് ഒന്ന് വായിക്കാം. മാർജിനൽ propensity to consume MPC lies between 0 and 1. MPC measures a rate of change in consumption as income changes. Slope of consumption function is determined by MPC. The answer to according to J.M. Keynes, consumption is a function of investment, savings, income, capital. So consumption is a function of answer option C ആണ് വരുന്നത്, income. So according to J.M. Keynes, consumption is a function of income. To adjust gross national product to national product GNP to NNP, deduct subsidies, deduct NFIA അല്ലെങ്കിൽ net factor income from abroad, deduct depreciation, deduct indirect taxes. ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്, ഡിഡക്ട് ഡിപ്രീസിയേഷൻ. അപ്പോൾ GNP NNP ആക്കി അഡ്ജസ്റ്റ് ചെയ്യാൻ വേണ്ടി നമ്മൾ എന്ത് ചെയ്യണം? ഡിപ്രീസിയേഷൻ അതിൽ നിന്ന് മൈനസ് ചെയ്യണം. അടുത്തത്, സ്മോളസ്റ്റ് നാഷണൽ ഇൻകം accounting aggregate is usually personal income, personal disposable income, GDP MP, GNP MP. ആൻസർ ഓപ്ഷൻ ബി ആണ്, പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം. സോ സ്മോളസ്റ്റ് നാഷണൽ ഇൻകം അക്കൗണ്ടിംഗ് അഗ്രിഗേറ്റ് ഈസ് യൂഷ്വലി പേഴ്സണൽ ഡിസ്പോസബിൾ ഇൻകം. Which of the following is a transfer payment? Payment made to housewife, pocket allowance to children, maintenance allowance to old parents, all of the above. അതിൽ ട്രാൻസ്ഫർ പേയ്മെന്റ് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. അതിനകത്ത് ഓപ്ഷൻ ഡി ആണ് വരുന്നത്, ഓൾ ഓഫ് ദി അബോവ്. ഹൗസ് വൈഫ്സിന് കൊടുക്കുന്നത്, അതുപോലെ തന്നെ ചിൽഡ്രന് കൊടുക്കുന്നത്, ദെൻ ഓൾഡ് പാരന്റ്സിന് കൊടുക്കുന്നത്, ഇതെല്ലാം എന്താണ്? ട്രാൻസ്ഫർ പേയ്മെന്റ്സ് ആണ്.
അപ്പൊ എന്താണ്, വൺ വേ പേയ്മെന്റ് ആണ്. എന്തില്ല, അതിന് പകരം എന്താണ്, റിട്ടേൺസ് ഒന്നും ഉണ്ടാവില്ല. അതായത് ഗുഡ്സ് സർവീസ് ഒന്നും ഇൻ റിട്ടേൺ കിട്ടാത്ത ചെയ്യുന്നതാണ് ഈ ഒരു ട്രാൻസ്ഫർ പേയ്മെന്റ് എന്ന് പറയുന്നത്. Third question, which of the following is not included in disposable income? International transfer payments, unemployment allowance, direct taxes, corporate dividends. Which of the following is not included in disposable income? The answer വരുന്ന ഓപ്ഷൻ സി ആണ്, ഡയറക്റ്റ് ടാക്സസ്. അടുത്തത്, national income NI is a flow concept, stock concept, quasi stock concept, none of the above. Next option A ആണ്, flow concept. അടുത്ത question, depreciation means destruction of plant in a fire accident, loss of equipment over time due to wear and tear, closure of plant due to raw material problem, closure of plant due to lockout. അപ്പോൾ depreciation എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ലോസ് ഓഫ് എക്യുപ്മെന്റ് ഓവർ ടൈം ഡ്യൂ ടു വിയർ ആൻഡ് ടിയർ. അടുത്ത ക്വസ്റ്റ്യൻ, which of the following methods can be used as an instrument of qualitative control of credit by central bank? Bank rate policy, open market operation, changes in margin requirement, variations in reserve ratio. Which of the following methods can be used as an instrument of qualitative control of credit? Okay, so inflation ടൈമിൽ അല്ലെങ്കിൽ പോണപ്പെരുപ്പ് അല്ലെങ്കിൽ മാന്യമുള്ള സമയത്താണ് എന്ത് ചെയ്യുന്നത്, ഈ ഒരു സെൻട്രൽ ബാങ്ക് ഈ ഇൻസ്ട്രുമെന്റ്സ് യൂസ് ചെയ്യാം. അപ്പോൾ രണ്ട് തരത്തിലുണ്ട്, എന്ത് ക്വാളിറ്റേറ്റീവ് ഉണ്ട്, ക്വാണ്ടിറ്റേറ്റീവ് ഉണ്ട്. സോ ഇപ്പോൾ ഇതിൽ ഏതൊക്കെ മെത്തേഡ്സ് ക്യാൻ ബി ആസ് ഇൻ ഇൻസ്ട്രുമെന്റ് ഓഫ് ക്വാളിറ്റേറ്റീവ്. സോ ക്വാളിറ്റേറ്റീവ് കൺട്രോൾ മെത്തേഡ്സ് ഇതിൽ ഏതാണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ സി ആണ്, ചേഞ്ച് ഇൻ മാർജിൻ റിക്വയർമെന്റ്. Discussed, underemployment refers to situation when workers employed in a job is either left without a job or operate redundantly. Economy experiences underemployment equilibrium. People seems occupied in less than full-time or regular jobs. There is coexistence of unemployment and inflation. Answer option C ആണ്, people seems occupied in less than full-time or regular jobs. This law states that demand creates its own supply, supply creates its own demand, investment creates demand, demand itself creates its own demand. ഏതായിരിക്കും ഈ ഒരു ലോ പ്രകാരം, സെയിൽസ് ലോ പ്രകാരം എന്തായിരിക്കും? ഓപ്ഷൻ ബി ആണ് വരുന്നത്, സപ്ലൈ ക്രിയേറ്റ്സ് ഓൺ ഡിമാൻഡ്. The Great Depression of 30s gave birth to the theory of full employment equilibrium, Keynesian theory of employment, this law of market, theory of consumption function. അതായിരിക്കും the Great Depreciation of 30s gave birth to the theory of. Answer option B ആണ്, Keynesian theory of employment. അടുത്ത question, speculative demand for money is inversely related to income, money supply, rate of interest, investment. Answer option C ആണ് വരുന്നത്, rate of interest. അടുത്തത്, bank rate in India is determined by Reserve Bank of India, Union Government, cooperative banks, commercial banks. Answer option A ആണ് വരുന്നത്, Reserve Bank of India. The banks are required to maintain a certain ratio between their cash in hand and total assets. This is called central liquid reserve, statutory bank ratio, central bank reserve, statutory liquid ratio. So, ഇപ്പോൾ banks required to maintain certain ratio between their cash in hand and total asset. അപ്പോൾ total asset ഉം
അവർ കയ്യിൽ കരുതേണ്ടുന്ന ലിക്വിഡ് മണി. ഈ ഒരു റേഷ്യോ നമ്മൾ വിളിക്കുന്നത് എന്താണെന്ന് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ഡി ആണ്, സ്റ്റാറ്റ്യൂട്ടറി ലിക്വിഡ് റേഷ്യോ. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. ഫിസിക്കൽ പോളിസി refers to spending and taxing policy used by the government to influence the economy, the government regulation of financial intermediaries, actions of central bank in controlling money supply, none of the above. അപ്പോൾ നമുക്ക് മണി സപ്ലൈനൊക്കെ എന്ത് ചെയ്യാൻ, കൺട്രോൾ ചെയ്യാൻ ഫിസിക്കൽ പോളിസി അതുപോലെ തന്നെ എന്താണ് മോണിറ്ററി പോളിസി യൂസ് ചെയ്യാൻ പറ്റും. സോ ഇപ്പോൾ ഇവിടെ ഫിസിക്കൽ പോളിസി എന്താണെന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ വരുന്നത് ഓപ്ഷൻ എ ആണ് വരുന്നത്, സ്പെൻഡിങ് ആൻഡ് ടാക്സിംഗ് പോളിസി യൂസ്ഡ് ബൈ ഗവൺമെന്റ് ടു ഇൻഫ്ലുവൻസ് ദി ഇക്കോണമി. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ. പബ്ലിക് ഗുഡ്സ് ആർ ക്യാരക്ടറൈസ്ഡ് ബൈ collective consumption, divisibility, non-exclusion, revile consumption. Answer in option C ആണ്, non-exclusion. Which is the most liquid measure of money supply? M1, M2, M3, M4. ആൻസർ ഓപ്ഷൻ എ ആണ്, M1. സോ ഇതിനെ നാരോ മണി എന്നാണ് വിളിക്കുന്നത്. അടുത്തത്, ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻസ് occur when RBI buys and sells bonds and securities of the government, increases the exchange rate, reduces the interest rate, increase taxation. സോ ഓപ്പൺ മാർക്കറ്റ് ഓപ്പറേഷൻ എന്തായിരിക്കും അറിയാമല്ലോ, സിമ്പിൾ ആണ്. അതാണ് ഓപ്ഷൻ എ ആണ് വരുന്നത്, buys and sells the bonds and securities of the government. അടുത്തത്, devaluation of money means increasing in purchasing power of money, decrease in external value of money, increasing external value of money, decrease in purchasing power of money. Okay, അതിൽ devaluation of money എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ഡിക്രീസ് ഇൻ എക്സ്റ്റേണൽ വാല്യൂ ഓഫ് മണി. അടുത്ത ക്വസ്റ്റ്യൻ. ദ മോസ്റ്റ് ലിക്വിഡ് അസറ്റ് അമംഗ് ദി ഫോളോയിങ്. ഇപ്പൊ ഇതില് തന്നിട്ടുള്ളതിൽ മോസ്റ്റ് ലിക്വിഡ് അസറ്റ് ഏതാണ്? ലാൻഡ്, ക്യാഷ്, ഷെയർ, ഗോൾഡ്. ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ക്യാഷ് ആണ് ഇതിൽ ഏറ്റവും ലിക്വിഡ് ആയിട്ടുള്ള അസറ്റ് എന്ന് പറയുന്നത്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഇസ് നോട്ട് എ ഡയറക്ട് ടാക്സ്? GST, എക്സൈസ് ഡ്യൂട്ടി, ഇൻകം ടാക്സ്, വെൽത്ത് ടാക്സ്. അപ്പൊ ഇതില് ഇൻഡയറക്ട് ടാക്സ് അല്ലാത്ത, സോറി, നോട്ട് എ ഡയറക്ട് ടാക്സ്. ഡയറക്ട് ടാക്സ് അല്ലാത്തത് ഏതാണ്? GST ആണോ, ഇൻകം ടാക്സ് ആണോ, എക്സൈസ് ഡ്യൂട്ടി ആണോ, വെൽത്ത് ടാക്സ് ആണോ? ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, GST. അപ്പോൾ ഗുഡ്സ് ആൻഡ് സർവീസ് ടാക്സ് ആണത് ഇൻഡയറക്ട് ടാക്സ് ആയിട്ട് വരുന്നത്. അപ്പൊ പണ്ട് എന്തായിരുന്നു? വാറ്റ് ആയിരുന്നു വാല്യൂ ആഡഡ് ടാക്സ്. In the balance of payment account, the transfer payments are included in which of the following? Service account, official reserve account, current account, capital account. In balance of payment account, the transfer payments are included in which of the following? Answer option C ആണ് വരുന്നത്, current account. National income estimate in India are prepared by Planning Commission, Ministry of Finance, CSO, RBI. അപ്പോൾ സെൻട്രൽ സ്റ്റാറ്റിസ്റ്റിക്കൽ ഓർഗനൈസേഷൻ ആണ് CSO എന്ന് പറയുന്നത്. ആൻസർ ഓപ്ഷൻ സി ആണ്, CSO. സോ നാഷണൽ ഇൻകം എസ്റ്റിമേറ്റ് ഇൻ ഇന്ത്യ ആർ പ്രിപ്പയർഡ് ബൈ CSO. അടുത്ത ക്വസ്റ്റ്യൻ. The train theory about poverty in India is associated with M. Visvesvaraya, V.K.R.V. Rao, Dadabhai Naoroji, Jawaharlal Nehru. Answer option C ആണ് വരുന്നത്, Dadabhai Naoroji. The major function of NABARD give loans to public, accept deposit from the public, deal in government securities, give loans to commercial banks and RRB.
for the development of rural sector. Answer option D ആണ് വരുന്നത്. Give loans to commercial banks and RRBs for the development of rural sector. India's wage policy is based on standard of living, productivity, cost of living, none of the above. Answer option C ആണ് വരുന്നത്. Cost of living. So India's wage policy is based on cost of living. Which of the following is not a poverty alleviation strategy? Providing subsidized food, increasing foreign exchange, redistribution of land, providing opportunities for self-employment. Which of the following is not a poverty alleviation strategy? അതിൽ പോവർട്ടി എലിവേഷൻ സ്ട്രാറ്റജി അല്ലാത്തത് എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ആൻസർ ഓപ്ഷൻ ബി ആണ്, ഇൻക്രീസിങ് ഫോറിൻ എക്സ്ചേഞ്ച്. അടുത്ത ക്വസ്റ്റ്യൻ. സോ ഫോർ റിമൈനിങ് എന്തായിരിക്കും? പോവർട്ടി എലിവേഷൻ സ്ട്രാറ്റജി ആയിരിക്കും എന്തായിരിക്കും? പ്രൊവൈഡിങ് സബ്സിഡൈസ്ഡ് ഫുഡ്, റീഡിസ്ട്രിബ്യൂഷൻ ഓഫ് ലാൻഡ്, പ്രൊവൈഡിങ് ഓപ്പർച്യൂണിറ്റീസ് ഫോർ സെൽഫ് എംപ്ലോയ്മെന്റ്. To prevent the recurrence of scams in Indian capital market, the government has assigned regulatory powers to RBI, SBI, SEBI, ICI. Answer option C ആണ് വരുന്നത്. SEBI, Securities and Exchange Board of India. So to prevent the recurrence of scams in Indian capital market, the government has assigned the regulatory power to SEBI. New industrial policy was introduced in 1990, 1991, 1992, 1993. ആൻസർ വരുന്നത് 1991 ആണ്. പിന്നെ അനൗൺസ് ചെയ്തത് ജൂലൈ 24 ആണ് വരുന്നത്. ഇനിഷ്യേറ്റിംഗ് മേജർ ലിബറലൈസേഷൻ, പ്രൈവറ്റൈസേഷൻ ആൻഡ് ഗ്ലോബലൈസേഷൻ റിഫോം. അടുത്തത്, restrictive trade practices are covered under FERA, FEMA, MRTP Act, Consumer Protection Act. Answer option C ആണ്, MRTP Act, the Monopolies and Restrictive Trade Practice Act 1969. ഇത് പ്രിവെന്റ് എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുള്ളത് prevent concentration of economic power and prohibit restriction or monopolies trade practice. Another question. Green Revolution was started in 4th plan, 5th plan, 6th plan, 7th plan. Answer option A ആണ് വരുന്നത്, 3rd plan. സോറി, ഇതിനകത്ത് ആൻസർ വരുന്നത് 3rd plan ആണ്. അപ്പോൾ 3rd പ്ലാന്റ് ലാസ്റ്റിലാണ് വരുന്നത് ഈ ഒരു ഗ്രീൻ റെവല്യൂഷൻ എന്ന് പറയുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ. ദി മെയിൻ ഏജൻസി പ്രൊവൈഡിങ് ഫുഡ് ഗ്രെയിൻസ് ടു പബ്ലിക് ഡിസ്ട്രിബ്യൂഷൻ സിസ്റ്റം ഈസ് NABARD, NAFED, FCI, none of the above. ഇതിനകത്ത് ഫുഡ് ഗ്രെയിൻസ് പബ്ലിക് ഡിസ്ട്രിബ്യൂഷന് ഫുഡ് ഗ്രെയിൻ പ്രൊവൈഡ് ചെയ്യുന്നത് NABARD ആണോ, NAFED ആണോ, FCI ആണോ, none of the above. So അപ്പോൾ അതിന്റെ ആൻസർ ഓപ്ഷൻ സി ആണ്, ഫുഡ് കോർപ്പറേഷൻ ഓഫ് ഇന്ത്യ. FCI ആണ് എന്ത് ഓപ്ഷൻ. അടുത്ത, which one of the following institution is related with green or blue box subsidies? United Nations, World Bank, World Tourism Organization, World Trade Organization. Answer വരുന്ന ഓപ്ഷൻ ഡി ആണ്, World Trade Organization. Revenue deficit is revenue expenditure minus revenue receipt, revenue expenditure minus tax revenue receipt, revenue expenditure minus capital receipt, revenue receipt minus revenue expenditure. Answer option A ആണ് വരുന്നത്, revenue expenditure minus revenue receipt. Among the following, which is not a measure of central tendency? Median, mean, variance, mode. സ്റ്റാറ്റിൽ ഒരു ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. ആയിട്ടുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ഇതിൽ സെൻട്രൽ ടെൻഡൻസി അല്ലാത്ത, മെഷർ ഓഫ് സെൻട്രൽ ടെൻഡൻസി അല്ലാത്തത് ഏതാണ്? വേരിയൻസ് ആണ്. വേരിയൻസ് എന്താണ്? ഇറ്റ്സ് മെഷർ ഓഫ് ഡിസ്പേർഷൻ.
ബാക്കി മീൻ മീഡിയൻ മോഡ് എന്ന് പറയുന്നത് സെയിം മീനിങ് ആണ്. അല്ലെങ്കിൽ മാത്തമാറ്റിക്കലി എന്താണ് ഡിഫറെൻ്റ് ആണ്, പക്ഷെ എന്താണ് മീൻ തന്നെയാണ് എന്ത് ചെയ്യുന്നത് എല്ലാം ഉദ്ദേശിക്കുന്നത്, അല്ലെങ്കിൽ അങ്ങനെ പറയാൻ നോക്കാം. അടുത്തത് വിച്ച് ഓഫ് ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ് ഓർ സ്റ്റേറ്റ്മെന്റ് ഈസ് ഓർ ആർ ട്രൂ അബൌട്ട് കേർഡ് പിയേഴ്സൺ കോറിലേഷൻ. സോ ഇപ്പോൾ 3 സ്റ്റേറ്റ്മെന്റ്സ് കൊടുത്തിട്ടുണ്ട്. അതിൽ ഏതൊക്കെയാണ് കാർഡ് പിയേഴ്സൺ കോറിലേഷൻ സ്റ്റേറ്റ്മെന്റുമായിട്ട് കറക്റ്റ് ആയിട്ട് വരുന്നതും. സോ it measures direction and intensity of relationship among variables. Correlation coefficient R value 0 indicates no relationship between variables. Correlation coefficient value ranges from 0 to 1. അതിൽ A and B ട്രൂ ആണ്, A only ട്രൂ ആണ്, A and C ട്രൂ ആണ്, A, B and C ട്രൂ ആണ്. ഇതിൽ ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ A ആണ്, A and B. So it measures the direction and intensity of a relationship among variables. So അടുത്തത് correlation coefficient R value 0 indicates no relationship between variables. അടുത്ത ക്വസ്റ്റ്യൻ മാച്ച് ദി ഫോളോയിങ്. അപ്പൊ ഇതില് ഒരു പാർട്ട് തന്നിട്ടുള്ളത് കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ്, ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ്, ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്, സെൻസെക്സ്. അടുത്തൊരു പാർട്ട് തന്നിട്ടുള്ളത് ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്, പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് സോൾഡ് അറ്റ് റീറ്റെയിൽ ലെവൽ, ലൈഫ് എക്സ്പെക്ടൻസി, എഡ്യൂക്കേഷൻ, GNI പെർ ക്യാപിറ്റ, പ്രൈസസ് ഫോർ ഗുഡ്സ് സോൾഡ് ഇൻ ബൾക്ക്. അപ്പോൾ ഇതിൽ എങ്ങനെയായിരിക്കും ഇതിനകത്ത് മാത്സ് ഏതായിരിക്കും എന്നാണ് ചോദിച്ചിട്ടുള്ളത്. ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്. സോ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ പ്രൈസ് ഓഫ് ഗുഡ്സ് ആൻഡ് സർവീസ് സോൾഡ് അറ്റ് റീറ്റെയിൽ ലെവൽ. അപ്പോൾ കൺസ്യൂമർ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? റീറ്റെയിൽ ലെവലിൽ സെല് ചെയ്യുമ്പോഴുള്ള ഗുഡ്സ് അല്ലെങ്കിൽ സർവീസിന്റെ പ്രൈസ് ആണ്, സെല്ലിംഗ് പ്രൈസ് ആണ് വരുന്നത്. ദെൻ അടുത്തത് ബി എന്ന് പറയുന്നത് ഹോൾസെയിൽ പ്രൈസ് ഇൻഡെക്സ് എന്ന് പറയുമ്പോൾ എന്താണ്? പ്രൈസ് സോൾഡ് ഇൻ ബൾക്ക് ആയിരിക്കും. ഓക്കെ. അടുത്തത് ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സ്. അപ്പോൾ സി എന്ന് പറയുന്നത് 3 തന്നെയാണ്. അപ്പോൾ ലൈഫ് എക്സ്പെക്ടൻസി, എഡ്യൂക്കേഷൻ, GNI പെർ ക്യാപിറ്റ. അപ്പോൾ നമ്മൾ ഹ്യൂമൻ ഡെവലപ്മെന്റ് ഇൻഡെക്സിൽ എന്തൊക്കെ മെഷർ ചെയ്യുന്നു നമ്മൾ എന്ത് ചെയ്യുന്നത് മുമ്പ് ഒരു ക്വസ്റ്റ്യനിൽ കണ്ടിട്ടുണ്ടായിരുന്നു. അടുത്തത് സെൻസെക്സ്. അപ്പോൾ ഇതായിരിക്കും ഇന്ത്യൻ സ്റ്റോക്ക് മാർക്കറ്റ്. സോ അപ്പോൾ ഓപ്ഷൻ ബി ആണ് ആൻസർ ആയിട്ട് വരുന്നത്. ദ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കറിംഗ് നമ്പർ ഇൻ എ സെറ്റ് ഓഫ് വാല്യൂസ് ഈസ് കോൾഡ് മീൻ, മീഡിയൻ, റേഞ്ച്, മോഡ്. അപ്പോൾ എന്താണ്? ഒരു സെറ്റ് ഓഫ് വാല്യൂസിൽ മോസ്റ്റ് ഫ്രീക്വന്റ്ലി ഒക്കർ ചെയ്യുന്ന നമ്പർ ഏതായിരിക്കും? മീൻ, മീഡിയൻ, മോഡ്, റേഞ്ച്. ഏതായിരിക്കും? മീൻ എന്ന് പറഞ്ഞാൽ അറിയാം എന്താണ്? സം ഓഫ് ഒബ്സർവേഷൻസ് ഡിവൈഡ് ബൈ നമ്പർ ഓഫ് ഒബ്സർവേഷൻ എന്നാണ്, അല്ലെങ്കിൽ ആവറേജ് ആണ് മീൻ എന്ന് പറയുന്നത്. ദെൻ മോഡ് എന്ന് പറയുന്നത് എന്താണ്? മോഡാണ് എന്ത് ഫ്രീക്വന്റ് ആയിട്ട് വരുന്നത്. ദെൻ മീഡിയൻ എന്തായിരിക്കും? ഓഡ് നമ്പർ ആണെങ്കിൽ മിഡിൽ വാല്യൂ, ഈവൺ നമ്പർ ആണെങ്കിൽ മിഡിൽ വരുന്ന 2 വാല്യൂസിന്റെ എന്തായിരിക്കും മീൻ എടുക്കും. ഓക്കെ. അപ്പൊ ഇതിന്റെ ആൻസർ മോഡാണ്. മോസ്റ്റ് ഫ്രീക്വന്റ്ലി occurring number in a set of values. Which of the following is mathematical average? Mean, harmonic mean, geometric mean, all of the above. Mathematical average തന്നിട്ടുള്ളതിൽ ഏതാണ് ചോദിച്ചിട്ടുള്ളത്? അതായിരിക്കും all of the above ആണ്. അടുത്തത് lack of symmetries, kurtosis, skewness, dispersion, none of the above. അപ്പോൾ സിമ്മട്രി ഇല്ല എന്ന് പറയുമ്പോൾ എന്തായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, സ്ക്യൂനെസ്. സോ ഇപ്പോൾ ഡിഗ്രി ഓഫ് എസിമെട്രി ആണ് എന്ത്? സ്ക്യൂനെസ് എന്ന് പറയുന്നത്. A sample selected in such a way that every unit in population has equal chance of being included is called random sampling, non-random sampling, convenient sampling, quota sampling. ഏതായിരിക്കും? ആൻസർ ഓപ്ഷൻ എ ആണ്, റാൻഡം സാമ്പിളിംഗ്. അപ്പോൾ ഈക്വൽ ഓപ്പർച്യൂണിറ്റി അല്ലെങ്കിൽ sample selected in such a way that every unit in a population has equal chance of being included. Okay.
ഈക്വൽ ചാൻസ് വരുന്നത് റാൻഡം സാമ്പിളിങ്ങിലായിരിക്കും. അടുത്തത് സ്റ്റഡി ബേസ്ഡ് ഓൺ സാമ്പിൾ സർവേ ഈസ് യൂസ്ഫുൾ because it is cheap to know the population characteristics, because it is easy to handle samples, to save the time. A sample based on sample survey is useful. Answer to save the time. അടുത്തത് which among the following is not a mode of data collection? Mailed questionnaire, telephonic interviews, fixing CCTV, പേഴ്സണൽ ഇന്റർവ്യൂ. അപ്പോൾ ഇതിൽ ഡാറ്റ കളക്ഷൻ്റെ മോഡ് അല്ലാത്തത് ഏതായിരിക്കും? ഓപ്ഷൻ സി ആണ് വരുന്നത്, ഫിക്സിംഗ് CCTV. ബാക്കിയെല്ലാം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഡാറ്റ കളക്ഷന് വേണ്ടി യൂസ് ചെയ്യാം. അപ്പോൾ ടെലിഫോണിക് ഇന്റർവ്യൂ, പേഴ്സണൽ ഇന്റർവ്യൂ, അതുപോലെ തന്നെ ക്വസ്റ്റനെയർ മെയിൽ ചെയ്യാം. ഓക്കെ, വിച്ച് ഓഫ് ദി സ്റ്റേറ്റ്മെന്റ്സ് ഈസ് ഓർ ആർ ട്രൂ അബൌട്ട് പ്രോജക്ട് റിപ്പോർട്ട്. അപ്പോൾ പ്രോജക്ട് റിപ്പോർട്ടിനെ കുറിച്ച് 3 സ്റ്റേറ്റ്മെന്റ്സ് തന്നിട്ടുണ്ട്. അപ്പോൾ ഇതിൽ ഏതൊക്കെ സ്റ്റേറ്റ്മെന്റ്സ് ആയിരിക്കും ട്രൂ എന്നാണ് ചോദിച്ചിട്ടുള്ളത്. റിസർച്ചേഴ്സ് ഷുഡ് ക്ലിയർലി സ്പെസിഫൈ ദ റിസർച്ച് പ്രോബ്ലം, present the data with suitable tables and diagrams, bibliography is listed at the end of the report. ഏതായിരിക്കും ആൻസർ? ഓപ്ഷൻ ഡി ആണ് വരുന്നത്, എ, ബി ആൻഡ് സി. മാച്ച് ദി ഫോളോയിങ്. അപ്പോൾ അടുത്തത് എന്താണ്? മാച്ച് ദ ഫോളോയിങ് ക്വസ്റ്റ്യൻ ആണ്. സോ പ്രൈമറി ഡാറ്റ, പൈലറ്റ് സർവേ, സെക്കൻഡറി ഡാറ്റ, സെൻസസ്. അപ്പോൾ അടുത്തൊരു പാർട്ട് തന്നിട്ടുള്ളത് കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് പോപ്പുലേഷൻ, ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റനെയർ, ഡാറ്റ ദാറ്റ് ഹാവ് ബീൻ ഓൾറെഡി പബ്ലിഷ്ഡ്. അപ്പോൾ ഇതിൽ സെക്കൻഡറി ഡാറ്റ ആയിരിക്കും എന്ത്? ഡാറ്റ ഓൾറെഡി പബ്ലിഷ്ഡ് എന്ന് പറയുന്നത്. ജസ്റ്റ് ആൻസർ പറയാം. ഓപ്ഷൻ ബി ആണ് ഇതിനകത്ത് ആൻസർ വരുന്നത്. ഇതിൽ എ എന്ന് പറയുന്നത് ഏതായിരിക്കും? പ്രൈമറി ഡാറ്റ എന്ന് പറയുമ്പോൾ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ, അതാണ് പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. ദെൻ ബി എന്ന് പറയുന്നത് പൈലറ്റ് സർവേ എന്ന് പറയുമ്പോൾ പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റനെയർ. അപ്പോൾ പൈലറ്റ് സർവേ എന്ന് പറയുമ്പോൾ എന്താണ്? നമ്മളൊരു സർവേനെ പൈലറ്റ് ചെയ്ത് നോക്കും. അപ്പോൾ അതിനെന്താണ്? പ്രീ ടെസ്റ്റിംഗ് ഓഫ് ക്വസ്റ്റനെയർ. അടുത്തത് സെക്കൻഡറി ഡാറ്റ, സി എന്ന് പറയുന്നത് ഫോർ ഡാറ്റ ദാറ്റ് ഹാവ് ബീൻ ഓൾറെഡി പബ്ലിഷ്ഡ്. അപ്പോൾ നമ്മൾ ഓൾറെഡി പബ്ലിഷ്ഡ് ഡാറ്റ എടുക്കുന്നതിനാണ് നമ്മൾ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. അപ്പോൾ തന്നിട്ടുള്ളൊക്കെ ഡാറ്റ കളക്ഷൻസിന്റെ ഒരു ഫോമാണ്. അത് സെൻസസ്, കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് പോപ്പുലേഷൻ. അപ്പോൾ നമ്മൾ സെൻസസ് എടുക്കുമ്പോൾ എങ്ങനെയായിരിക്കും? പോപ്പുലേഷന്റെ കംപ്ലീറ്റ് ഡീറ്റെയിൽസ് എന്ത് ചെയ്യും? ഒരു എന്യൂമറേറ്റർ എന്ത് ചെയ്യുന്നു? എടുക്കുന്നുണ്ടോ? ഓക്കെ. അപ്പോൾ പ്രൈമറി ഡാറ്റ എന്ന് പറഞ്ഞാൽ എന്താണ്? ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ. അപ്പോൾ നമ്മൾ ഒരു സർവേ നടത്തി, അതിലെ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഫസ്റ്റ് ഹാൻഡ് ഇൻഫർമേഷൻ ആണ് നമ്മുടെ പ്രൈമറി ഡാറ്റ എന്ന് പറയുന്നത്. സോ പൈലറ്റ് സർവേ എന്ന് പറയുമ്പോൾ എന്താണ്? ക്വസ്റ്റനെയറിന്റെ ടെസ്റ്റിംഗ്. അടുത്തത് സെക്കൻഡറി ഡാറ്റ. സെക്കൻഡറി ഡാറ്റ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ വേരിയസ് സോഴ്സസ് ഉണ്ടാവുമല്ലോ. അപ്പോൾ അതിലൊക്കെ പബ്ലിഷ് ആയിട്ടുള്ള ഡാറ്റ, ഓക്കെ, ഡിഫറെൻറ്റ് ഡാറ്റാസ് ഉണ്ടായിരിക്കും. സോ ഓൾറെഡി പബ്ലിഷ്ഡ് ആയിട്ടുള്ള ഡാറ്റ ആയിരിക്കും എന്ത്? ഈ സെക്കൻഡറി ഡാറ്റ എന്ന് പറയുന്നത്. സെൻസസ് എന്ന് പറയുന്നത് കംപ്ലീറ്റ് എന്യൂമറേഷൻ ഓഫ് പോപ്പുലേഷൻ. അടുത്ത ക്വസ്റ്റ്യൻ, ഫൈൻഡ് ദ ഡിറ്റർമിനന്റ് ഓഫ് ദ മാട്രിക്സ് എ. ഇപ്പോൾ ഇവിടെ ഒരു മാട്രിക്സ് തന്നിട്ടുണ്ട്. ഓപ്ഷൻസ് -10, 8, 10, -8. അപ്പോൾ ഇതിൽ 3, 0 ഒരു 3x3 മാട്രിക്സ് ആണ് നമുക്ക് തന്നിട്ടുള്ളത്. സോ ഇപ്പോൾ ഇതിന്റെ ഡിറ്റർമിനന്റ് കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ 3, 0, 2, 2, 0, -2, 0, 1, 1. സോ അപ്പോൾ ഇതിൽ ഡിറ്റർമിനന്റ് കാണാൻ എല്ലാവർക്കും അറിയുന്നു വിചാരിക്കുന്നു. നമുക്ക് എന്ത് ചെയ്യാം? കോഫാക്ടർ എക്സ്പാൻഷൻ വെച്ചിട്ട് ഡിറ്റർമിനന്റ് കാണാം. സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യാം? അപ്പോൾ ഇതിൽ എലോങ് എനി റോ ഓർ എലോങ് എനി കോളം, അതായത് ഏതെങ്കിലും ഒരു റോക്കോ ഏതെങ്കിലും ഒരു കോളത്തിനോ അലോങ് ആയിട്ട് എന്ത് ചെയ്യുക? ഇതിനെ കോഫാക്ടർ എക്സ്പാൻഷൻ ചെയ്യുക. അപ്പം എന്ത് ചെയ്യുക? ഫസ്റ്റ് നമ്മൾ 3 എന്ന് പറയുന്നത്, ഞാനിപ്പോൾ എന്താ ചെയ്യാൻ പോണത്? നമ്മൾ ഇങ്ങനെ ചെയ്യുമ്പോൾ ശ്രദ്ധിക്കണം, എക്സാമിനൊക്കെ ഈസി ആയിട്ട് സോൾവ് ചെയ്യാൻ പറ്റും എന്നൊരു, അതായത് ഓൾറെഡി പഠിക്കുന്നതാണ് പ്ലസ് 2 കുട്ടികൾ. ഏറ്റവും കൂടുതൽ നമ്പർ ഓഫ് സീറോസ് വരുന്ന റോ അല്ലെങ്കിൽ കോളം സെലക്ട് ചെയ്യുക. ഇപ്പം നമുക്ക് നോക്കുമ്പോൾ ഇതിനകത്ത് ഇതിലാണ് എന്ത് ചെയ്യുന്നത്? 2 0 വരുന്നത്. വേണമെന്നുണ്ടെങ്കിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഈ ഒരു സെക്കൻഡ് കോളം ചൂസ് ചെയ്യാം. ഓക്കെ, അപ്പോൾ അത് ചൂസ് ചെയ്യുമ്പോൾ അതിന്റെ കോഫാക്ടർ എടുക്കണമെന്നേ ഉള്ളൂ. സോ ഇപ്പോൾ ഞാനിപ്പോൾ 0 എടുത്തു എന്ന് വിചാരിക്കാം. അപ്പോൾ നമുക്ക് ഇവിടെ ഇതിൽ സോ അപ്പോൾ നമ്മൾ അലോങ് ദി സെക്കൻഡ് കോളം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇതിനെ ജസ്റ്റ് എന്ത് ചെയ്യുക? എക്സ്പാൻഡ് ചെയ്യാം. അങ്ങനെ ചെയ്യുമ്പോൾ എന്ത് വരും? നമുക്ക് എന്താണ്? ഈ ഒരു 0 ×
അതിന്റെ കോഫാക്ടർ, അടുത്തത് 0 ഇൻറ്റു അതിന്റെ കോഫാക്ടർ, ദെൻ 1 ഇൻറ്റു അതിന്റെ കോഫാക്ടർ. അപ്പോൾ 1 ഇൻറ്റു അതിന്റെ 1ന്റെ കോഫാക്ടർ എന്ന് പറയുമ്പോൾ എന്താണ്, ഈ റോയും 1 ഇൻക്ലൂഡഡ് ആയിട്ടുള്ള റോയും കോളം എന്ത് ചെയ്യുക, ഡിലീറ്റ് ചെയ്യുക, റിമൈനിങ് എലമെന്റ്സ് എടുക്കുക. അപ്പോൾ 3 ഇൻറ്റു -2 മൈനസ് 2 ഇൻറ്റു 2, അപ്പോൾ എത്ര വരും, -6 മൈനസ് 4 എന്ന് വരും. അപ്പോൾ -6 -4 എന്ന് പറഞ്ഞാൽ എത്രയായിരിക്കും, -10 ആയിരിക്കും വരുന്നത്. ദെൻ നമ്മൾ അതിന്റെ ഡിറ്റർമിനന്റ് മോഡ് വാല്യൂ എടുക്കുക. അപ്പൊ എത്രയായിരിക്കും, ഓപ്ഷൻ സി 10 ആയിരിക്കും വരുന്നത്. അപ്പൊ ഇതിന്റെ ആൻസർ മനസ്സിലായെന്ന് വിചാരിക്കുന്നു. സിമ്പിൾ ആണ്. നമ്മൾ എന്ത് ചെയ്യുക, അലോങ് എനി വൺ ഓഫ് ദി റോ ഓർ ഈ വൺ ഓഫ് ദി കോളം എന്ത് ചെയ്യുക, നമ്മൾ എക്സ്പാൻഡ് ചെയ്യുക, അല്ലെങ്കിൽ കോഫാക്ടർ എക്സ്പാൻഷൻ ആണ് ചെയ്യേണ്ടത്. അപ്പോൾ ഒരു എലമെന്റ് എടുക്കുക, 3 എന്ന് പറയുന്ന എലമെന്റ് എടുത്താൽ എന്ത് ചെയ്യുക, ഇൻറ്റു ഡിറ്റർമിനന്റ് ഓഫ് ദി കോഫാക്ടർ. സോ അപ്പോൾ അതിന്റെ കോഫാക്ടർ എന്ന് പറയുന്നത് ഏതാണ്, 0 -2 1 1. അതേപോലെ ദെൻ എലോങ് കോളം ആണെങ്കിൽ 2 ഇൻറ്റു കോഫാക്ടർ ഏതാണ്, അതിന്റെ റോയും കോളം മൈനസ് ചെയ്യുക, റിമൈനിങ് എലമെന്റ്സ് 0 2 1 1. പിന്നെ അടുത്ത ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്യാം. Find the dy by dx for the equation y is equal to 3x square minus 13 the whole square. അപ്പൊ ഇതിന്റെ dy by dx എന്ന് പറയുമ്പോൾ എന്ത് ചെയ്യുക, ഇതിനെ ജസ്റ്റ് ഒന്ന് ഡിഫറൻഷിയേറ്റ് ചെയ്താൽ മതി. എന്ത് ചെയ്യുക, dy by dx എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 2 ഇൻറ്റു 3 ഇൻറ്റു എക്സ് സ്ക്വയർ മൈനസ് 13 ഇൻറ്റു എന്ത് വരും, എന്ത് ചെയ്യാം, ഇതിനെ ഈ ഒരു ടേമിനെ നമ്മൾ എന്ത് ചെയ്യണം, ഒന്നും കൂടി ഡിഫറൻഷിയേറ്റ് ചെയ്യണം. അപ്പൊ നമുക്ക് എന്താ വരിക, 3x² ആണ് അതിനകത്തുള്ളത്. സോ അപ്പോൾ 6x എന്ന് വരും. അപ്പൊ എത്രയായിരിക്കും വരുന്നത്, 2 ഉണ്ട്, അപ്പൊ 6 ഉണ്ട്. അപ്പോൾ 12 ഇൻറ്റു 3x² മൈനസ് 12x ഇൻറ്റു 3x² മൈനസ് 13 എന്ന് വരും. അപ്പോൾ 12 ഇൻറ്റു 3x² എന്ന് പറയുമ്പോൾ എത്രയായിരിക്കും, 36 ഇൻറ്റു x³ ആയിരിക്കും, മൈനസ് 13 ഇൻറ്റു 12x എന്ന് പറയുമ്പോൾ എന്തായിരിക്കും, 13 ഇൻറ്റു 12 ചെയ്ത് നോക്കാം. അപ്പോൾ 156 ആണ്. സോ ഓപ്ഷൻ ബി ആണ് ആൻസർ വരുന്നത്. ചെയ്ത് എങ്ങനെയെന്ന് മനസ്സിലായെന്ന് വിചാരിക്കുന്നു. ഈസിയാണ്. എന്ത് ചെയ്താൽ മതി, ജസ്റ്റ് ഡിഫറൻഷിയേറ്റ് ചെയ്യും. അടുത്ത ക്വസ്റ്റ്യൻ, ഇഫ് എ ഇസ് ഈക്വൽ ടു 0 1 to 4 ദെൻ ഇന്റർസെക്ഷന്റെ സിമ്പിൾ തോന്നുന്നു കൊടുത്തിട്ടുള്ളത്, ബി ഈക്വൽ ടു 1 3 5. അപ്പോൾ 2 സെറ്റ്സ് ആണ് കൊടുത്തിട്ടുള്ളത്. ദെൻ ഫൈൻഡ് എ ഇന്റർസെക്ഷൻ ബി. അപ്പോൾ എ ഇന്റർസെക്ഷൻ ബി കാണാനാണ് പറഞ്ഞിട്ടുള്ളത്. അപ്പോൾ ഇന്റർസെക്ഷൻ എങ്ങനെ കാണുക, ഓപ്ഷൻസ് ഞാൻ ജസ്റ്റ് ഒന്ന് വായിക്കാം. സെറ്റ് 1 ബി എന്ന് പറയുന്നത് സെറ്റ് 0 1 2 3 4 5, സെറ്റ് 0 നൾ സെറ്റ്. അപ്പൊ ഇതില് ഇവരുടെ ഇന്റർസെക്ഷൻ, സോ ഇപ്പോ രണ്ടിലും കോമൺ ആയിട്ടുള്ള എലമെന്റ്സ്, ഓക്കെ, അതാണ് ഇന്റർസെക്ഷൻ എന്ന് പറയുന്നത്. സോ ഇതില് രണ്ട് സെറ്റിലും കോമൺ ആയിട്ടുള്ള എലമെന്റ് ആരാണ്, 0 രണ്ട് സെറ്റിലും ഇല്ല. എയിലും ബിയിലും കോമൺ ആയിട്ട് എന്ത് വരുന്നില്ല, 0 വരുന്നില്ല. അടുത്തത് 1 എന്താണ്, കോമൺ എലമെന്റ് ആണ്. 2 എന്ന് പറയുന്ന എലമെന്റ് എന്ന് പറയുന്നത് കോമൺ അല്ല. 4 എന്ന് പറയുന്ന എലമെന്റ് കോമൺ അല്ല. ദെൻ 5 എന്ന് പറയുന്ന എലമെന്റ് എന്താണ്, കോമൺ അല്ല. 3 എന്ന് പറയുന്ന എലമെന്റ് കോമൺ അല്ല. സോ അപ്പോൾ കോമൺ ആയിട്ട് വരുന്ന എലമെന്റ്, രണ്ട് സെറ്റിൽ വരുന്ന എലമെന്റ് ആരാണ്, 1 ആണ്. ഇതിന് ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ, ബിറ്റ്വീൻ എനി ടു നമ്പേഴ്സ് ദർ ആർ ടു റാഷണൽ നമ്പേഴ്സ്, നോ റാഷണൽ നമ്പേഴ്സ്, ഇൻഫൈനൈറ്റ് റാഷണൽ നമ്പേഴ്സ്, നൺ ഓഫ് ദി അബവ്. അപ്പൊ ഏത് രണ്ട് നമ്പേഴ്സിന്റെ ഇടയ്ക്കും എങ്ങനെയായിരിക്കും, രണ്ട് റാഷണൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും, റാഷണൽ നമ്പേഴ്സ് ഉണ്ടാവില്ല, ഇൻഫൈനൈറ്റ് റാഷണൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും, നൺ ഓഫ് ദി അബവ് എന്തായിരിക്കും, ആൻസർ ഓപ്ഷൻ സി ആണ് വരുന്നത്. അപ്പൊ ഏത് രണ്ട് നമ്പറിന്റെ ഇടയ്ക്കും ഇൻഫിനിറ്റ് നമ്പർ ഓഫ് റാഷണൽ നമ്പേഴ്സ് ഉണ്ടായിരിക്കും. അടുത്തത്, ഇൻ വിച്ച് ഇയർ ദ ജെൻഡർ inequality index GII introduced, 2010, 2011, 1999, 2005. Answer 2010. Who has been appointed as the chief economist of the World Bank recently? David Malpass, Anshula Kant, Carmen Reinhardt, Intermit Gill.
ആൻസർ ഓപ്ഷൻ ഡി ആണ് ഇൻഡർമിറ്റ് ഗിൽ. ഹു ഹാസ് ദി ഫസ്റ്റ് ഫീമെയിൽ ചീഫ് ഇക്കണോമിസ്റ്റ് ഓഫ് IMF? ഗീത ഗോപിനാഥ്, ക്രിസ്റ്റീൻ ലഗാഡി, ക്രിസ്റ്റാലിന ജോർജിവ, ജിയോഫ്രി WS ഒക്കമോട്ടോ. ആൻസർ ഓപ്ഷൻ എ ആണ് ഗീത ഗോപിനാഥ്. ഹു ഹാസ് ദി ഫസ്റ്റ് ഫീമെയിൽ ചീഫ് ഇക്കണോമിസ്റ്റ് ഓഫ് IMF? ആൻസർ ഓപ്ഷൻ എ ആണ് ഗീത ഗോപിനാഥ്. Where is the headquarters of World Health Organization located? WHO ന്റെ ഹെഡ്ക്വാർട്ടേഴ്സ് പാരീസ്, ജനീവ, വിയന്ന, വാഷിംഗ്ടൺ. ആൻസർ ഓപ്ഷൻ ബി ആണ് ജനീവ. When is the World Environment Day celebrated? September 11, January 26, June 5, February 23. എന്നായിരിക്കും വേൾഡ് എൻവയോൺമെന്റ് ഡേ വരുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ജൂൺ 5. Which organization publishes the report World Economic Outlook? IMF, World Bank, ILO, Niti Aayog. Which organization publishes the report World Economic Outlook? ആൻസർ വരുന്നത് ആൻസർ ഓപ്ഷൻ എ ആണ് IMF. Who among the following is popularly known as ദേശബന്ധു? രാജേന്ദ്ര പ്രസാദ്, ലാൽ ബഹദൂർ ശാസ്ത്രി, ജവഹർലാൽ നെഹ്റു, ചിത്തരഞ്ജൻ ദാസ്. അപ്പൊ ഇതിൽ ആരാണ് ദേശബന്ധു എന്നറിയപ്പെടുന്നത്? ആരാണ്? ആൻസർ ഓപ്ഷൻ ഡി ആണ് ചിത്തരഞ്ജൻ ദാസ്. ഹു ഈസ് നോൺ ആസ് ദി ഫാദർ ഓഫ് ഗ്രീൻ റെവല്യൂഷൻ? ഈസി ആയിട്ടുള്ള ക്വസ്റ്റൻ ആണ്. വർഗീസ് കുര്യൻ, സാം പിട്രോഡ, ഹിരലാൽ ചൗധരി, MS സ്വാമിനാഥൻ. ആരാണ്? ഓപ്ഷൻ ഡി ആണ് MS സ്വാമിനാഥൻ. Which one of the following articles of Constitution of India deals with the Uniform Civil Code? Article 43, Article 44, Article 50, Article 49. ഏതായിരിക്കും? One of the following articles of the Constitution of India deals with the Uniform Civil Code. Answer option B ആണ് Article 44. Mirabai Chanu is related to which sports? Wrestling, boxing, shooting, weightlifting. Mirabai Chanu is related to which sports? Answer option D, weightlifting. Its state of India is called as sugar bowl of the country? Uttar Pradesh, Gujarat, Tamil Nadu, Punjab. Oh, sugar bowl of country ഏതാണ്? Answer option A ആണ് Uttar Pradesh. Question: Who is the chairman of ISRO? S. Somnath, Sanjeev Khanna, Manoj Kumar, AS Rajiv. സോ ഇപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. അപ്പോൾ ഇതിൽ ഇങ്ങനത്തെ ക്വസ്റ്റ്യൻസ് വരുമ്പോൾ അതിനകത്ത് എന്തെങ്കിലും അപ്ഡേറ്റ്സ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം? അത് നിങ്ങൾ അപ്ഡേറ്റ് ചെയ്ത് തന്നെ പഠിക്കണം. ആൻസർ എസ് സോമനാഥ് ആണ് വരുന്നത്. അടുത്ത ക്വസ്റ്റ്യൻ: ഹു ഹാഡ് ബീൻ അപ്പോയിന്റഡ് ആസ് 50th ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ? NV രമണ, DY ചന്ദ്രചൂഡ്, UU ലളിത്, ദീപക് മിശ്ര. 50ാമത്തെ ചീഫ് ജസ്റ്റിസ് ഓഫ് ഇന്ത്യ ആയിട്ട് അപ്പോയിന്റ് ചെയ്യപ്പെട്ടത് ആരാണ്? ആൻസർ DY ചന്ദ്രചൂഡാണ്. സോ ഇപ്പോൾ ഇതിൽ ഇതേപോലത്തെ ക്വസ്റ്റ്യൻ, അതേപോലെ ഇവിടെ എന്താണ്, ഇത് 50th ചീഫ് ജസ്റ്റിസ് ആണ്. അപ്പോൾ ഇത് പ്രീവിയസ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. സോ ഇപ്പോൾ അതിന്റെ ടേം കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ എന്തായിരിക്കും ഈ ഒരു ക്വസ്റ്റ്യൻ ആൻസർ? അതായത് 50th ചീഫ് ജസ്റ്റിസിന്റെ ആൻസർ എന്ന് പറയുന്നത് കറക്റ്റ് ആണ്. സോ അതേപോലെ തന്നെ ഇനി വേറൊരു ക്വസ്റ്റ്യൻ പേപ്പറിൽ എന്തായിരിക്കില്ലേ ഇതുപോലെ സെയിം ക്വസ്റ്റ്യൻ ആയിരിക്കില്ലേ വരുന്നത്? ചിലപ്പോൾ എന്തായിരിക്കും ഈ ഒരു മോഡലില് 51, ഓക്കെ, അല്ലെങ്കിൽ വേറൊരു ഇതുപോലെ റിലേറ്റഡ് ആയിട്ട് ക്വസ്റ്റ്യൻ വരും. സോ ഇപ്പോൾ എന്ത് ചെയ്യാം, നമ്മൾ ഇതിന്റെ അപ്ഡേറ്റ് ആയിട്ടുള്ള ആൻസർ എന്ത് ചെയ്യണം, ജസ്റ്റ് നോക്കി വെക്കുക. അപ്പോൾ പ്രസന്റ് ചീഫ് ജസ്റ്റിസ് അതേപോലെ തന്നെ എന്താണ് ഇതുപോലെ നമ്പറിൽ നോക്കി വെക്കുക. അടുത്ത: വിച്ച് സ്റ്റേറ്റ് ഈസ് നോൺ ആസ് ടൈഗർ സ്റ്റേറ്റ്? ഹരിയാന, ഉത്തരാഖണ്ഡ്, മധ്യപ്രദേശ്, ഒഡീഷ. ആൻസർ ഓപ്ഷൻ സി ആണ് മധ്യപ്രദേശ്. വിച്ച് കൺട്രി ഇന്ത്യ ഹാസ് ദി ലോങ്സ്റ്റ് ബൗണ്ടറി? ചൈന, നേപ്പാൾ, ബംഗ്ലാദേശ്, പാകിസ്ഥാൻ. അപ്പോൾ ഇതിൽ ഏത് രാജ്യവുമായിട്ടാണ് ഇന്ത്യ ഏറ്റവും വലിയ അതിർത്തി പങ്കിടുന്നത്? ആൻസർ ഓപ്ഷൻ സി ആണ് ബംഗ്ലാദേശ്. വിച്ച് റിവർ ഈസ് നോൺ ആസ് ദി സോറോ ഓഫ് ബംഗാൾ? ഇപ്പൊ ബംഗാളിന്റെ ദുഃഖം ആരായിരുന്നു? ദാമോദർ, ഗംഗോത്രി, കാവേരി, കൃഷ്ണ. ആൻസർ ഓപ്ഷൻ എ ആണ് ദാമോദർ. ഹു ഈസ് നോൺ ആസ് ദി ലൈറ്റ് ഓഫ് ഏഷ്യ? ദലൈലാമ, ഗൗതം ബുദ്ധ, സ്വാമി വിവേകാനന്ദ, നൺ ഓഫ് ദീസ്. ഓപ്ഷൻ ബി ആണ് വരുന്നത് ഗൗതം ബുദ്ധ.
National Stock Exchange functions from New Delhi, Mumbai, Nagpur, Chennai. National Stock Exchange functions from ഈസി ആയിട്ടുള്ള ഒരു ക്വസ്റ്റൻ ആണ്. എവിടെ ഇരിക്കും? മുംബൈ ആണ്. അടുത്തത് who has won the Nobel Prize in Economics for the year 2023? Pierre Agostini, Claudia Goldin, Daniel Euler, none of the above. ആരായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, ക്ലൗഡിയ ഗോൾഡിൻ. ഹൂ ഹാസ് വോൺ ദി ഫിഫ മെൻസ് പ്ലെയർ 2023? ലയണൽ മെസ്സി, നെയ്മർ, ക്രിസ്ത്യാനോ റൊണാൾഡോ, കൈലിയൻ എംബാപ്പെ. ഇതിന്റെ ആൻസർ ഓപ്ഷൻ എ ആണ് വരുന്നത്, ലയണൽ മെസ്സി. Recently, who became the youngest ever Prime Minister of Ireland? Asif Ali Zardari, Simon Harris, Won Thiong, Subrata Mahto. ആരായിരിക്കും? ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, സൈമൺ ഹാരിസ്, ഹു ഹാസ് ബീൻ റീസെന്റ് യങ്ങസ്റ്റ് എവർ പ്രൈം മിനിസ്റ്റർ ഓഫ് അയർലൻഡ്. സോ അപ്പോൾ അതുപോലെ ഇതെന്താണ് ഇത് യങ്ങസ്റ്റ് പ്രൈം മിനിസ്റ്റർ? സോ ഇപ്പോൾ ഇതിൽ അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങളത് ചെക്ക് ചെയ്യണം. വിച്ച് ഫിലിം വോൺ ദി ബെസ്റ്റ് ഫിലിം അവാർഡ് അറ്റ് Oscars 2024? King Richard, Coda, Oppenheimer, West Side Story. Answer option C ആണ്, Oppenheimer. What is the rank of India in World Happiness Report 2024? ഇപ്പോൾ ഇത് 2024 ക്വസ്റ്റ്യൻ പേപ്പർ ആണ്. 120th, 126th, 140th, 163rd. അതായിരിക്കും ആൻസർ ഓപ്ഷൻ ബി ആണ് വരുന്നത്, 126th. അപ്പോൾ റാങ്ക് ഇന്ത്യ ഇൻ വേൾഡ് ഹാപ്പിനെസ് റിപ്പോർട്ട് 2024 റാങ്ക് ആണ് വരുന്നത് ഇന്ത്യയുടെ 126th. അത് ദ ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ ഈസ് ബാങ്ക് ഓഫ് ബറോഡ, പഞ്ചാബ് നാഷണൽ ബാങ്ക്, ഇന്ത്യൻ ഓവർസീസ് ബാങ്ക്, സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ. അതായിരിക്കും സ്റ്റേറ്റ് ബാങ്ക് ഓഫ് ഇന്ത്യ ആണ് ലാർജസ്റ്റ് പബ്ലിക് സെക്ടർ ബാങ്ക് ഇൻ ഇന്ത്യ എന്ന് പറയുന്നത്. അടുത്തത് Maya Boucher has won the ICC Women's Player of the Month award for March 2024. She belongs to which country? England, New Zealand, Australia, South Africa. The answer വരുന്നത് ഓപ്ഷൻ എ ആണ്, ഇംഗ്ലണ്ട്. അടുത്ത ക്വസ്റ്റ്യൻ, which city in India has been given the tag of City of Literature by UNESCO? അഹമ്മദാബാദ്, കോഴിക്കോട്, നോയിഡ, കോയമ്പത്തൂർ. അതാണ് ആൻസർ ഓപ്ഷൻ ബി ആണ്, കോഴിക്കോട്. Where has India's longest bridge named Signature Stay Bridge, Sudarshan Setu, been inaugurated? അപ്പോൾ ഇന്ത്യസ് ലോങ്സ്റ്റ് ബ്രിഡ്ജ്, അപ്പോൾ സിഗ്നേച്ചർ സ്റ്റേ ബ്രിഡ്ജ്, അതായത് സുദർശൻ സേതു എന്ന് പറയുന്ന ഇന്ത്യയുടെ ലോങ്സ്റ്റ് ബ്രിഡ്ജ്. സോ ഇപ്പോൾ ഇതും എന്ത് ചെയ്യുക, എന്തെങ്കിലും അപ്ഡേറ്റ് ഉണ്ടെങ്കിൽ അത് ജസ്റ്റ് എന്ത് വെരിഫൈ ചെയ്യുക. ശ്രീനഗർ, ദ്വാരക, ബംഗളൂരു, പട്ന. അപ്പോൾ ഈ ഒരു ലോങ്സ്റ്റ് റിവർ ഇനോഗ്രേറ്റ് ചെയ്ത സ്ഥലം ഏതാണെന്ന് ചോദിച്ചിട്ടുള്ളൂ. ആൻസർ ഓപ്ഷൻ ബി ആണ്, ദ്വാരക. അടുത്തത്, വിച്ച് ഫുഡ് ഗ്രെയിൻ ക്രോപ്പ് occupies the largest part of cropped area in India? Wheat, jowar, bajra, rice. അപ്പോൾ ഇന്ത്യയുടെ അധിക ഭാഗവും ഓക്യുപ്പൈ ചെയ്യുന്ന ക്രോപ്പ് ഏതാണ്? ഫുഡ് ഗ്രെയിൻ ക്രോപ്പ് ഇതിൽ ഏതാ? ആൻസർ ഓപ്ഷൻ ഡി ആണ്, റൈസ്. സോ ഓക്കെ, അപ്പോൾ നമുക്ക് MA എക്കണോമിക്സ്, ഇൻ്റഗ്രേറ്റഡ് MA എക്കണോമിക്സിൻ്റെ ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ് ഇപ്പോൾ നമ്മൾ ആൻസർ ചെയ്തത്. സോ ഇപ്പോൾ ഇത് പ്ലസ് ടു ലെവൽ ആളുകൾക്ക് എഴുതാൻ പറ്റുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പറാണ്. ഏപ്രിൽ 2024 ഈ ഒരു എക്സാം നടന്നത്. 400 മാർക്കാണ്, 100 ക്വസ്റ്റ്യൻ ആണ് വരുന്നത്. അപ്പോൾ ഒരു ക്വസ്റ്റ്യൻ 4 മാർക്കാണ് വരുന്നത്. നെഗറ്റീവ് മാർക്കിംഗ് -1 വരുന്നുണ്ട്. 2 മണിക്കൂറാണ് എക്സാമിൻ്റെ ടൈം വരുന്നത്. സോ അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. അപ്പോൾ ഇതിനകത്ത് ഒരുപാട് എളുപ്പമുള്ള ക്വസ്റ്റ്യൻസ് വരുന്നുണ്ട്. സോ അപ്പോൾ അതേപോലെ തന്നെ നമ്മൾ മുൻപ് ഒരു വീഡിയോ ചെയ്തിട്ടുണ്ടായിരുന്നു, അത് MA ഡെവലപ്മെൻറ്റ് സ്റ്റഡീസിൻ്റെയാണ്. സോ അപ്പോൾ അതും ഇൻ്റഗ്രേറ്റഡ് കോഴ്സ് ആണെന്ന് തോന്നുന്നുണ്ട്. സോ അപ്പോൾ അത് എന്ത് ചെയ്യാം, വേണമെങ്കിൽ ആ ഒരു വീഡിയോ നിങ്ങൾക്ക് കാണാം. ഇപ്പോൾ ഈ ഒരു എക്കണോമിക്സ് അതുപോലെ തന്നെ മിക്കവാറും ക്വസ്റ്റ്യൻസ് ഒക്കെ എന്താണ്, സിമിലർ ആണ്. ദെൻ ഈ ഒരു പെർട്ടിക്കുലർ പേപ്പറിൽ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ടോപ്പിക് എന്ത് ചെയ്യാം, ഐഡൻറ്റിഫൈ ചെയ്യുക, ക്വസ്റ്റ്യൻസ് എന്ത് ചെയ്യാം, സ്ട്രെസ് ചെയ്ത് പഠിക്കുക. അപ്പോൾ വീഡിയോ യൂസ്ഫുൾ ആയെന്ന് കരുതുന്നു. നിങ്ങളുടെ ഫ്രണ്ട്സ് ഇപ്പോൾ ഈ ഒരു പെർട്ടിക്കുലർ കോഴ്സ് ചൂസ് ചെയ്ത് ഈ ഒരു എക്സാം എഴുതുന്ന ഫ്രണ്ട്സിന് എന്ത് ചെയ്യാം,
ദയവേത് വീഡിയോ ഷെയർ ചെയ്ത് കൊടുക്കുക. അതേപോലെ തന്നെ ഏതെങ്കിലും ക്വസ്റ്റ്യൻസിന്റെ ആൻസർ പറഞ്ഞതിൽ ജസ്റ്റ് മിസ്റ്റേക്ക് വന്നിട്ടുണ്ടെങ്കിൽ എന്ത് ചെയ്യുക, നിങ്ങൾ അത് കമന്റ് ചെയ്യുക. വീഡിയോ കാണുന്ന മറ്റുള്ള ആളുകൾക്ക് എന്തായിരിക്കും, യൂസ്ഫുൾ ആയിരിക്കും. അതുപോലെ തന്നെ ഈ ചാനൽ ഇതുവരെയും സബ്സ്ക്രൈബ് ചെയ്യാതാണ് വീഡിയോ കാണുന്നുണ്ടെങ്കിൽ ദയവായിട്ട് സബ്സ്ക്രൈബ് ചെയ്യുക. അതുപോലെ തന്നെ വീഡിയോ ലൈക്ക് ചെയ്യുക, ബെല്ലൈക്കൺ എനേബിൾ ചെയ്യുക. അപ്പോൾ അതുപോലെ നിങ്ങൾക്ക് അപ്ലോഡ് ചെയ്യുന്ന വീഡിയോസ് ഒക്കെ അപ്പോൾ തന്നെ നോട്ടിഫിക്കേഷൻ ആയിട്ട് ലഭിക്കും ഈ ഒരു ബെല്ലൈക്കൺ എനേബിൾ ചെയ്ത് കഴിഞ്ഞാൽ. ഇതുപോലെ തന്നെ ഒരുപാട് ക്വസ്റ്റ്യൻ പേപ്പർ, അപ്പോൾ ഇതിപ്പോൾ കാലിക്കറ്റ് യൂണിവേഴ്സിറ്റി ആണ്, കണ്ണൂർ യൂണിവേഴ്സിറ്റി, അതേപോലെ തന്നെ കേരള യൂണിവേഴ്സിറ്റിയുടെ ഒക്കെ എൻട്രൻസിന്റെ ക്വസ്റ്റ്യൻ പേപ്പേഴ്സ് ഇതുപോലെ ആൻസർ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിന്റെ വീഡിയോസ് എന്ത് ചെയ്യാൻ ചാനലിൽ അവൈലബിൾ ആണ്, പ്ലേലിസ്റ്റ് ഒക്കെ ഉണ്ടായിരിക്കും. നമുക്ക് എന്ത് ചെയ്യാം, നമുക്ക് ജസ്റ്റ് ഒക്കെ എടുത്ത് കാണാം. അല്ലെങ്കിൽ എന്ത് ചെയ്യുക, ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് എന്താണ് ഈ സെയിം വീഡിയോസ് ജസ്റ്റ് ഗൂഗിളിൽ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ അവൈലബിൾ ആയിരിക്കും. അപ്പോൾ വീഡിയോ കണ്ട എല്ലാവർക്കും നന്ദി.